ഉണ്ണി ഉണ്ണി ഞാൻ പോവാ. നീ കളിച്ചു പോകുന്നില്ലേ? എന്നാ വേഗം ആവട്ടെ. പോടാ ചെക്കനൊരു കൊതി. ഞാൻ പോയിട്ട് വരട്ടെ. ബൈ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, എന്റെ പൊന്നു മോൻ നേരത്തെ കോളേജിൽ പോവാൻ നോക്ക്. ഉണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? നോക്കിക്കോ, ടീച്ചർ വരുമ്പോ ഞാൻ എല്ലാം പറയും. അത് ഉണ്ണിയും സുന്ദരിയും തമ്മില് എനിക്കെല്ലാം അറിയാം. ഹായ് ജമീല. എന്തായാലും ഒരു മുന്നറിയിപ്പില്ലാതെ എന്തെങ്കിലും പുലിവാൾ ഒപ്പിച്ചോ നീ? ഇല്ല. ആ നിന്റെ റോസി എങ്ങനെ? ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു. ആ കല്യാണക്കാരിയാവും അല്ലേ? നീ ആവശ്യപ്പെട്ട കാസറ്റ് കഴിഞ്ഞ ലോകസുന്ദരി മത്സരത്തിലെ പ്രകടനങ്ങളാ. താടി ലേശം കൂടിയിട്ടുണ്ട്. വാരിയൊലിച്ച് തിന്നുന്നുണ്ടല്ലേ? പൊടി. നീ ഇപ്പൊ കസ്തൂരി മഞ്ഞളും രക്തചന്ദനം തേച്ച് കുളിക്കാറില്ലേ? 2 മണിക്കൂറോളം അതും തേച്ചു. സഹിക്കാനാ വയ്യാത്തെ. മോളെ, ഇത്തിരി ബുദ്ധിമുട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയും. സൗന്ദര്യ മത്സരത്തിന് ഇനി 1 മാസമേ ഉള്ളൂ. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഒരടി വെച്ച് വന്നുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ. അപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഇപ്പൊ എത്തി. എന്താ മോളെ വിശേഷം? ഒന്നുമില്ല ആന്റി. സുന്ദരിയെ കണ്ടില്ലേ? കണ്ടു. മഞ്ഞൾ തേച്ച് കുളിക്കാം. ഓ എന്താടി ഇങ്ങനെ നോക്കുന്നേ? കുളി കഴിഞ്ഞപ്പോ നീ കൂടുതൽ സുന്ദരിയായതുപോലെ. ഇത്ര സുന്ദരിയായി നീ എന്താ കല്യാണത്തിന് സമ്മതിക്കാത്തെ? എന്താടി ചിരിക്കുന്നേ? ആരെങ്കിലും കല്യാണം കഴിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് കൊറേ ആലോചന വന്നതല്ലേ? അതാരും മുടക്കി. എനിക്കെതിരെ ആരും കളിക്കുന്നുണ്ട്. കളിക്കണ്ട ദിനം ഭാഗ്യമില്ലാത്തവര്. അല്ലാതെന്താ? അത്ര കണ്ടങ്ങ് സൂചിപ്പിക്കണ്ട. നിന്റെ പകുതിയെങ്കിലും സൗന്ദര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം അഹങ്കരിച്ചേനെ. ആ നിന്റെ അമ്മാവന്റെ മകൻ എങ്ങനെ? എന്താടി കാര്യം? അവനെന്തെങ്കിലും കുസൃതി ഒപ്പിച്ചോ? അവന്റെ ഹോബിയെ കാസറ്റുകൾ കാണലാണ്. എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്നേ. ആള് കൊള്ളാം. പോട്ടെ. ഇതാ നിന്റെ ശമ്പളം. എന്താ കാര്യം? എന്താ കാര്യം എന്നാ ഞാൻ പറയണോ? ഉണ്ണിയുമായി നീ എന്തെടുക്കുമായിരുന്നു? ഈ നിമിഷം മുതൽ ഇവിടെ കാണാൻ പാടില്ല.
എങ്ങോട്ടാ പോണേ? ടൗണിലൊന്ന് പോണം. ഞാനിവിടെ തനിച്ചാവില്ലേ? ഉണ്ണി എങ്ങോട്ടും പോണ്ട. ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല. അപ്പൊ ഹേമയോ? അവൾ ഇനി രാത്രിയിലേ വരൂ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? വൃത്തികെട്ടവനാ നീ. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇതാര്? ജീവനോ? വരൂ. ഇരിക്കൂ. ഞാൻ പലതവണ ഫോൺ ചെയ്തിട്ടും ജീവൻ വന്നില്ല. എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. എനിക്ക് ശിബാനിയെ കാണണമെന്ന് പെട്ടെന്നൊരു തോന്നൽ, അതുകൊണ്ടിങ്ങ് പോന്നു. എന്താ കുടിക്കാൻ വേണ്ടത്? അല്പം ഹോട്ട് എന്തെങ്കിലും എടുക്കട്ടെ? അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ശിബാനി തരുന്നത് ഞാൻ സ്വീകരിക്കും. Cheers. Cheers. ശിവാനിയുടെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരോടും പറയാറുമില്ല. എന്തിനതൊക്കെ പറയണം? ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായി കണക്കാക്കട്ടെ. വിരോധമില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. ജീവൻ ഇന്ന് ഇവിടുന്ന് പോകണ്ട. ഒരു ദിവസം ഇവിടെ കഴിയാം. എനിക്ക് സമ്മതം.